അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മുത്തു അന്ന് സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് പോയത്. അല്ലാ, ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ ഒരു പെണ്ണ്, റബ്ബേ, അവൾ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് എനിക്ക് കാണിച്ചു തന്നു. അതിനെല്ലാം കാരണക്കാരൻ ആ ഷാമിൽ തന്നെയാണ്. അല്ലാ പഠിച്ചോനെ, റഹ്മാനെ, ഞാൻ കൊതിച്ച പെണ്ണിനെ കണ്ടു. പക്ഷേ അവൾക്ക് ഭർത്താവും മക്കളുമില്ല എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചല്ല. ഞാൻ വിചാരിച്ചു അവൾ മറ്റൊരു ജീവിതത്തിൽ പെട്ടുപോയിരിക്കുമെന്ന്. അവൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പഠിച്ചോനെ, എനിക്ക് ഏതായാലും കിട്ടിയില്ല, അവൾക്കെങ്കിലും നല്ല ജീവിതം നീ കൊടുക്കല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹുവേ, നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചതാണോ അറിയില്ല. എൻ്റെ ഉമ്മാക്ക് എന്തായാലും ഈ ഒരു വാർത്ത അറിയുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും. കാരണം എൻ്റെ ഉമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട മോളെ തന്നെ എൻ്റെ കുട്ടി കല്യാണം കഴിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ ഉമ്മ പറഞ്ഞയച്ചത്, അത് വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കുട്ടിയെ അവരെല്ലാവരും അങ്ങ് ഒരുപാട് ഉപദ്രവിച്ചു. പഠിച്ചോനെ, അല്ലാ, ആ ഉമ്മ അന്ന് ഒരുപാട് വിഷമിച്ചിരുന്നു. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട മോൻക്ക് വേണ്ടിയാണ് ആ ഉമ്മ ജീവിക്കുന്നത് തന്നെ. ഉമ്മ അന്ന് സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഉമ്മയെ കാണുവാൻ പോകുമ്പോൾ അവൻ ഉമ്മാക്ക് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടായിരുന്നു പോയിരുന്നത്. ഉമ്മയുടെ വീടിൻ്റെ മുന്നിലെത്തി. ഉമ്മ ഉമ്മ അല്ലാ, എൻ്റെ മോന് വന്നോ? ഉമ്മ അതാ വാതിൽ തുറക്കുന്നു. ആ മോനെ. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇതോ ഉമ്മ. ഇതെന്താ മോനെ? എൻ്റെ ഉമ്മാക്ക് കുറച്ച് സമ്മാനങ്ങൾ. അല്ല, ഇതെന്താ മോനെ ഇപ്പൊരു സമ്മാനം? എൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചതും അത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മോനെ, നീ എന്താ ഈ പറയുന്നത്? ഉമ്മക്ക് മനസ്സിലായില്ലല്ലോ. അതെ ഉമ്മ, ഞാൻ ഇന്നൊരിടത്തേക്ക് പോയപ്പോൾ. എന്താ മോനെ, ഉമ്മ ഇതൊക്കെ തുറന്നു നോക്കിയേ, എന്നിട്ട് പറയാം. അല്ലാ പഠിച്ചോനെ, എന്തെൻ്റെ കുട്ടി കൊണ്ടുവന്നത് നോക്കട്ടെ. ഉമ്മ ഇത് തുറന്നു നോക്കിക്കേ. ആ മോനെ, ഇത് എനിക്ക് നല്ല പുത്തൻ തുണിത്തരങ്ങളാണല്ലോ ഇതൊക്കെ. പഠിച്ചോനെ, ഉമ്മാക്കുള്ള ഡ്രസ്സ്, ഉമ്മാക്ക് പുതിയ മുസഹഫ്, നിസ്കാരക്കുപ്പായം, അത്തറ്. അല്ല, ഇതൊക്കെ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ എവിടുന്ന നിനക്കധികം പൈസ? കൂലിപ്പണി എടുത്ത് കൊണ്ടുവരുന്ന ക്യാഷ് ഇതിനൊക്കെ തയ്യോ എൻ്റെ പൊന്നു മോനെ? ഉമ്മ, എൻ്റെ ഉമ്മാക്കല്ലാതെ പിന്നെ ആർക്കെയും വാങ്ങിക്കൊടുക്കുക? സത്യം പറഞ്ഞാൽ ആ പൊന്നുമോൻ പുതിയ വസ്ത്രങ്ങളും എല്ലാം കൊണ്ടുവന്നപ്പോൾ ആ ഉമ്മക്ക് ഒരുപാട് സന്തോഷമായി. ഉമ്മ ഒരു നിമിഷം അത് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, എൻ്റെ കുട്ടിക്ക് നീ സമാധാനവും സന്തോഷം നൽകല്ല. അതെ, അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരുപാട് വിഷമിച്ചതാണല്ല. ഇനിയെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് റഹ്മാനെ നീ നല്ലൊരു സമാധാനവും സന്തോഷമുള്ള ജീവിതം നീ ഇറക്കി കൊടുക്കല്ല. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ആ പുതുവസ്ത്രങ്ങൾ ഉമ്മയെ കൊണ്ട് അവൻ അണിയിപ്പിച്ചു. ആ ഉമ്മ അതിട്ടു. ഉമ്മ, എൻ്റെ ഉമ്മ സുന്ദരിയായിരിക്കുന്നല്ലോ. മോനെ, ഇനി എന്ത് സുന്ദരിയാവാനാ? ഉമ്മാക്ക് പോകാൻ സമയമായില്ലേ? ഉമ്മ, നിങ്ങൾ എന്ത് പറയുന്നത്? അതെ മോനെ, എൻ്റെ ഉപ്പ വിളിക്കുന്നതായിട്ട് ഞാൻ എങ്ങനെ സ്വപ്നം കാണാണ്. അതെ, എൻ്റെ ഉപ്പ എന്നെങ്ങനെ പള്ളിക്കാട്ടിലേക്ക് മാടി വിളിക്കാണ്. ഈ പോരാനായില്ലേ പെണ്ണെ എന്ന് ചോദിച്ചിട്ട്. മോനെ, ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിക്കൊരു ഇണതുണല്ലാതെ ഞാൻ എങ്ങനെ പോരിക്കാം? എൻ്റെ കുട്ടി ഒറ്റക്കായി അനാഥമാവൂലേ എന്ന് പറയാണ്. മോനെ, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ ഉമ്മ? എൻ്റെ കുട്ടിയെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കണം. എൻ്റെ കുട്ടിക്ക് താങ്ങായും തണലായും നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോൻക്ക് അതൊരു നല്ല കാര്യമാവുമല്ലോ. എന്നിട്ട് ഉമ്മക്ക് കണ്ണടച്ചാൽ മതിയടാ. ആ ഉമ്മ വിതുമ്പുന്നുണ്ടായിരുന്നു. ഉമ്മയെ അവൻ ചേർത്ത് പിടിച്ചു. അത് ആ പുതിയ ഡ്രസ്സിട്ട് ഉമ്മയെ കണ്ടപ്പോൾ അവനക്ക് വല്ലാത്ത സന്തോഷം. എൻ്റെ ഉമ്മ അധികമൊന്നും ഉപയോഗിക്കാറുമില്ല. എന്നാലും ഇത് കൊടുത്തപ്പോൾ എൻ്റെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മോനെ, ഉമ്മാൻ്റെ പൊന്നു മോനെ, എൻ്റെ കുട്ടി ഉമ്മാൻ്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ച് തന്നാളേ. അത് ഏതെങ്കിലും പാവപ്പെട്ട എത്തീംഖാനയിലൊക്കെ പഠിക്കണ ഏതെങ്കിലും കുട്ടികളുണ്ടാവും. അതിഞ്ഞിപ്പോൾ എങ്ങനെയൊക്കെ തന്നെ ആയാലും സൗന്ദര്യമൊന്നും എൻ്റെ കുട്ടി നോക്കണ്ട. അത് സൗന്ദര്യമുള്ളൊക്കെ ഒരാൾ എൻ്റെ കുട്ടി
നോക്കിയിരുന്നല്ലോ, കണ്ടു വെച്ചിരുന്നല്ലോ, എന്ത് ചെയ്യാ, അതൊക്കെ അങ്ങ് പോയില്ലേ, സാരല്ല. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ കുട്ടി വിഷമിച്ച് നിൽക്കരുത്. ഉമ്മാൻ്റെ ആഗ്രഹമാണ്. ഉമ്മ ഞാൻ എന്താ ഉമ്മ, ഞാൻ പൊന്നു മോനെ, ഉമ്മാൻ്റെ കണ്ണടക്കണതിന് മുമ്പ് ഒരു കുട്ടിയെ ഈ വീട്ടിലേക്കൊന്ന് കയറ്റിക്കൊണ്ടുവരണം. അതെ, ആ കുട്ടിയുടെ കൈ പിടിച്ച് എനിക്ക് ഈ വീട്ടിലേക്ക് കയറ്റണം. അത് ഉമ്മാൻ്റെ ഒരു ആഗ്രഹമാണ്. ഉമ്മാൻ്റെ കുട്ടി ആ ഒരു ആഗ്രഹം എനിക്ക് സാധിപ്പിച്ച് തന്നാലേ എനിക്ക് നല്ല സമാധാനത്തോടു കൂടി കണ്ണടക്കാം മോനെ. മറ്റേത് എൻ്റെ ഉപ്പ എന്നെ വിളിക്കുന്നുണ്ട്, പോവല്ലേ, പോകാനായില്ലേ എന്ന് ചോദിച്ചു. മരിച്ചവർ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതെ, അവരുടെ മരണം അടുത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോനെ, ഉമ്മ പോകൂട്ടോ. ഉമ്മ, എൻ്റെ ഉമ്മ പോയാൽ എനിക്ക് വേണ്ടുമ്മ, നമുക്ക് ഒരുമിച്ച് പോവാം. ഉമ്മ, ഞാൻ ഉമ്മാൻ്റെ കൂടെ ഉണ്ട്. ഉമ്മ എന്നെ ഒറ്റക്കിട്ട് പോവല്ലേ ഉമ്മ. മോനെ, അതിനു മുമ്പായിട്ട് എൻ്റെ കുട്ടിക്ക് നല്ലൊരു അല്ല മോനെ, എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ എന്തിനാണ് ഈ ഒരു സമ്മാനങ്ങളെല്ലാം ഉമ്മാക്ക് നീ കൊണ്ടുവന്നതെന്ന്. ഉമ്മ, എനിക്ക് വേണ്ടി ഇത്ര അധികം ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ച എൻ്റെ പൊന്നുമ്മയല്ലേ. ഉമ്മാക്കല്ലാതെ പിന്നെ ആർക്കാ ഞാൻ സഹായം കൊടുക്കുക? ഉമ്മ, ഉമ്മാക്കല്ലാതെ ആർക്കാണ് പിന്നെ ഞാൻ കൊടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഉമ്മ. എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി മതിയടാ, ആ ഒരു വാക്ക് മതി. എൻ്റെ മനസ്സ് നിറഞ്ഞു, ആ ഒരു വാക്ക് മതി. ഇങ്ങനെയുള്ള മക്കളെ പഠിച്ച റബ്ബ് തന്നത് വലിയ അനുഗ്രഹം തന്നെ. അള്ളാഹുവേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ തന്നെ അവൻ്റെ ജീവിതത്തിൽ പ്രയാസ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് അവൻ അനുഭവിക്കുന്നത്, അതെല്ലാം തീർത്തു കൊടുത്ത് സന്തോഷകരമായ ജീവിതം പ്രദാനം ചെയ്യുക റഹ്മാനെ. ഉമ്മയുടെ ആ നനഞ്ഞ കവിളുകൾ തുടച്ചുകൊണ്ടവൻ പറഞ്ഞു, എന്താ മോനെ? ഉമ്മ, ഞാൻ അവളെ കണ്ടു. ആരെ? ആരെ കണ്ട കാര്യമാ മോൻ പറയുന്നത്? ഉമ്മ, അത് ഞാൻ ആഗ്രഹിച്ച പെണ്ണ്. ആര്? റസിയെ? അല്ല, എൻ്റെ പൊന്നു മോനെ, അവർ ജീവിതം തുടങ്ങിയിട്ടുണ്ടാവും. അവർ ഭർത്താവും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിലേക്ക് ഇടപെടരുത് കേട്ടോ. ആ കുട്ടിയുടെ ജീവിതം കൊണ്ട് രക്ഷപ്പെടട്ടെ. അവർ റൂമിൽ പൂട്ടിയിട്ട രീതിയിലായിരുന്നല്ലോ ആ കുട്ടിയെ, പിന്നെയല്ലേ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ഉമ്മാൻ്റെ കുട്ടി, നമ്മളെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വേണ്ട. എൻ്റെ കുട്ടി ഇനി ഒരിക്കലും അത് നോക്കരുത് കേട്ടോ. എൻ്റെ ഉമ്മ, അങ്ങനെയല്ല. അത് ഉമ്മ, ഞാൻ കണ്ടത് അവൾ തനിച്ചാണ്. തനിച്ചോ? അതെന്താടാ? അല്ലുമ്മ, അവളിപ്പോഴും വിവാഹിതയല്ല. അല്ല മോനെ, അവള് വിവാഹം കഴിച്ചു പോയി, ഒരു പണക്കാരൻ കല്യാണം കഴിച്ചെന്നൊക്കെ കേട്ടിരുന്നല്ലോ. അത് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞിരുന്നല്ലോ. അവളൊക്കെ നല്ല സ്ഥലത്തേക്ക് പോയി, നമ്മളെ പാവങ്ങളൊന്നും അവർക്ക് പറ്റൂലല്ലോ, പറ്റാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുക, ആ കുട്ടിക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ലോ, ആ കുട്ടിയെ പൂട്ടിട്ടൊക്കെയായിരുന്നല്ലോ. അതെ, ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല ഇതിൽ നിന്ന് പിന്തിരിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പാവം ഉമ്മ, അതിനുള്ള ശിക്ഷയ്ക്ക് പടച്ചോൻ തരും, പടച്ചോൻ കൊടുക്കും അതിനുള്ള ശിക്ഷയ്ക്ക്. എൻ്റെ പൊന്നു മോൻ, അതൊന്നും ഉമ്മ, അവൾ ആ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്, അവൾ അവൻ്റെ കൂടെ നിന്നിട്ടില്ല. അതെന്താ മോനെ? അതെ, ഉപദ്രവിച്ചിട്ടത്രേ. സത്യം പറഞ്ഞാൽ ഉമ്മ, റസിയുടെ രൂപം കണ്ട കരഞ്ഞു പോകും ആരും. എന്താ മോനെ? അത്രക്കും പരിതാപകരമായ അവസ്ഥയാണ് ഉമ്മ അവളുടേത്. അവളുടെ മനോഹരമായ മുഖമെല്ലാം വാടി, കണ്ണുകളെല്ലാം കുണ്ടിൽ ചാടി, പറ്റി മെലിഞ്ഞുണങ്ങിയ രൂപം. സത്യം പറഞ്ഞാൽ അത്രക്കും പേടിന് അവൾ സഹിച്ചിട്ടുണ്ട്. അല്ല മോനെ, എന്നിട്ട് നമുക്ക് അവളെ ഒന്ന് കാണാൻ പോവുമായിരുന്നു മോനെ. ഉമ്മ, അത് അവർ സമ്മതിക്കും അറിയില്ല. ഞാൻ വേറൊരു രീതിയിലാണ് അവിടേക്ക് എത്തിയത്. ഞാനൊരിക്കലും അറിഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ കൂട്ടുകാരൻ ഷാമിൽ, അവനാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പക്ഷെ എന്നോട് ഇതവൻ സർപ്രൈസ് ആക്കി വെച്ചു. പക്ഷെ പ്രതീക്ഷിക്കാതെ അവളുടെ അടുക്കലേക്ക് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഞാൻ അന്യ സ്ത്രീയല്ലെന്ന് പറഞ്ഞ് മാറിയപ്പോഴും അവൻ നിർബന്ധിച്ചു. മനമില്ല മനസ്സോടുകൂടി തലയും താഴ്ത്തി ഞാൻ അവരുടെ മുമ്പിലിരുന്നു. പെട്ടെന്നായിരുന്നു എന്നെ വിളിച്ചതും ഞങ്ങൾ കണ്ടതും. സത്യമായിട്ടും മോനെ, സത്യമാണോടാ? അതെ ഉമ്മ, പക്ഷേ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഞാൻ എന്ന രീതിയിലല്ല പോയത്. ഷാമിലിനെ പെണ്ണ് കാണണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ കാണാൻ പോകുന്നത് എൻ്റെ പെണ്ണിനെയായിരുന്നു എന്ന് പിന്നെ അറിഞ്ഞത്. മോനെ, അപ്പോൾ ഉമ്മ, ഷാമിൽ ഒരിക്കലും അവളെ കല്യാണം കഴിക്കില്ല. കാരണം ഷാമിലിൻ്റെ എത്രയോ വയസ്സുകൾക്ക് മൂത്തതാണെന്ന് മാത്രമല്ല,
ഷാമിലിന് ഒരു പെൺകുട്ടി ഉണ്ടത്രേ, ഗൾഫിലാണത്രേ ഇപ്പം ആ പെണ്ണ്, നാട്ടിലേക്ക് വരുമത്രേ, അതിനൊത്തിരി ഇഷ്ടമാണത്രേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഇവരുടെ വീട്ടുകാർ സമ്മതിക്കില്ല. ഒരിക്കലും അവൾ വിവാഹത്തിന് എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അവൾ എന്നോട് പറഞ്ഞു, ഇക്ക നിങ്ങൾ നല്ല പെണ്ണിനെ കല്യാണം കഴിച്ചോളൂ, എന്നെപ്പോലെ ഈ തൊലിഞ്ഞുണങ്ങിയ ഈ ഒരു ഉണങ്ങി മെലിഞ്ഞ പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല പെൺകുട്ടികളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഉമ്മ ഒരിക്കലും ഞാൻ നിൻ്റെ ശരീരത്തെ മാത്രമല്ല സ്നേഹിച്ചത്, നിൻ്റെ മനസ്സിനെ കൂടിയാണ്. മോനെ അതാണ് വേണ്ടത്, അങ്ങനെ വേണടാ ആത്മാർത്ഥതയുള്ള ആണുങ്ങളാകുമ്പോൾ. അല്ലാതെ ഒരു പെണ്ണിനെ സ്നേഹിക്കും, അവൾ ഇട്ടിട്ട് പോയാൽ പിന്നെ വേറൊന്നിനെ നോക്കും. എൻ്റെ കുട്ടി അത് ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ കുട്ടി നല്ല ആത്മാർത്ഥമായി അവളെ സ്നേഹിച്ചു, ഇന്നും ആ സ്നേഹം നിൻ്റെ മനസ്സിലുണ്ടല്ലോ. മോനെ ഉമ്മാക്ക് 100 വട്ടം സമ്മതമാണ്, അവൾ വരികയാണെങ്കിൽ ഉമ്മ സ്വീകരിക്കും. മോനെ സത്യമായിട്ടും അതൊക്കെയാണോ റബ്ബേ ഞാൻ ഈ സ്വപ്നം കണ്ടത്? ഉമ്മയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്നു. മോനെ നമ്മൾ വീട്ടിലേക്ക് അവർ സമ്മതിക്കുമെങ്കിൽ, പക്ഷെ സമ്മതിക്കില്ലല്ലോ. എൻ്റെ മോനെ ഇനി എന്ത് ചെയ്യാ? അതിൻ്റെ പേരിൽ എൻ്റെ കുട്ടി ഒരുപാട് ഉപദ്രവം ഏൽക്കേണ്ടി വന്നില്ലേ? ഉമ്മ നോക്കട്ടെ ഇൻഷാ അല്ലാ. എന്നാൽ ആ ഉമ്മയുടെ മനസ്സ് നിറഞ്ഞു. അല്ലാ, എന്നാലും നല്ല മോളാണ്, അവൾക്ക് ഇപ്പോഴും നിന്നെക്കുറിച്ചുള്ള ചിന്തയുണ്ടല്ലോ അല്ലേ? അതേ ഉമ്മ മറന്നിട്ടില്ല. അവള് ജീവിതം ആസ്വദിച്ചിട്ടില്ല, അവൾ ബുദ്ധിമുട്ടായിരുന്നു അവളുടെ ജീവിതത്തിൽ. മോനെ കൈ പിടിച്ച് കയറ്റാൻ എനിക്ക് സാധിക്കുമോ? ഉമ്മ ഇൻഷാ അല്ലാ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഒന്നായി കണ്ടാൽ മാത്രം മതി മോനെ. ഉമ്മക്ക് ഇതിലായും തീരെ വയ്യാതായിക്കണേ. ഇനി എൻ്റെ കുട്ടീൻ്റെ കാര്യം നോക്കാനൊക്കെ ഒരാൾ വേണമെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചതാണ്, ആലോചിച്ചതാണ്. മോനെ ഉമ്മാൻ്റെ കുട്ടി പറ്റുന്നുണ്ടെങ്കിൽ, പക്ഷേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ അവർ തല്ലിച്ചതക്കും, തല്ലിക്കൊല്ലും. അതുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാം. ഈ ഉമ്മ, ആ ഉമ്മയുടെ പ്രാർത്ഥന അതാ പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർന്നു. അല്ലാഹുവേ, ഹൈറാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് അവളെ തന്നെ നൽകല്ല. അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ചതാണ് എൻ്റെ കുട്ടി, മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ. എൻ്റെ പൊന്നു മോനും സുന്ദരനാണല്ലോ, സൗന്ദര്യത്തിനൊരു കുറവില്ല. പക്ഷേ കുറവുള്ളത് പണമാണ്. അതെ, കൂലിപ്പണി മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ കുട്ടിക്ക് പെണ്ണില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരൊന്ന് ഒഴിവാക്കിയത്. ഞങ്ങളുടെ കുടുംബത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരും അത്ര വലിയ കുടുംബമൊന്നുമല്ല. എന്നാലും എന്ത് ചെയ്യാൻ, അത് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും. മോനെ ഇതിനു വേണ്ടി ഉമ്മ എവിടെയാണ് പോകേണ്ടത്, എങ്ങനെ വേണമെങ്കിലും ഉമ്മ ഹെൽപ്പ് ചെയ്യും, ഞാൻ പറഞ്ഞോളാം. ആ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അത് അവൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമുള്ളതാക്കി. ഉമ്മാനെ മുത്തുവോ? ഉമ്മാൻ്റെ കുട്ടിയെ പഠിച്ചോൻ കുഴക്കൂല, ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ, എന്നാലും സമാധാനമായി. ഇന്നല്ലെങ്കിലും നാളെ ഒരുപക്ഷെ ഉമ്മാക്കാക്ക കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ കഴിയൂല, കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതെ, എന്നാലും എൻ്റെ കുട്ടി അവളെ സംരക്ഷിക്കണം. ഒരുപക്ഷെ ഉമ്മ പോയാലും എൻ്റെ കുട്ടിയും അവളും സുഖമായി ജീവിക്കണം കേട്ടോ. മറക്കൂലല്ലോ എൻ്റെ കുട്ടി. ഇല്ലമ്മ, അതെ, ഉമ്മയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കും ഉമ്മ. അതിനുവേണ്ടി ഷാമിൽ എന്നെ സപ്പോർട്ട് ചെയ്യും. പൊന്നുമോനെ, ആ പൊന്നുമോനെ കൂട്ടി ഒരു ദിവസം ഒന്നിങ്ങ് വരുമോ? കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആയിക്കോട്ടമ്മ. അങ്ങനെ പിറ്റേ ദിവസം ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഷാമിലിനെ കാണണമെന്ന് ഉമ്മ പറയുന്നുണ്ട് എന്നുള്ള കാര്യം അതാ മുത്തു പറയുന്നു. മുത്തുക്ക, ഞാനിപ്പോൾ ഒന്ന് ഉപ്പയൊന്ന് നോക്കിയിട്ട് ഉപ്പാക്ക് ഫുഡ് കൊടുത്തിട്ട് വരാട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അന്നും ഷാമിലിൻ്റെ വീട്ടിലേക്ക് പോയി. ഉപ്പാക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അവർ നേരെ തിരിച്ച് അതാ മുത്തുവിൻ്റെ ഉമ്മയുടെ അരികിലേക്ക് വരുന്നു. ശരിക്കും ആ ഉമ്മ അവിടെ അകത്തിരിക്കുകയായിരുന്നു. അതെ, വണ്ടിൻ്റെ ശബ്ദം കേട്ട് ആ ഉമ്മ പതുക്കെ, ആരാണത്? ഉമ്മ, ഇതേ ഞാനാണ്, ഞാനും എൻ്റെ കൂട്ടുകാരൻ ഷാമിലുണ്ട്. ആ മക്കളെ ഇരിക്കേ, ഉമ്മക്ക് അത്ര അങ്ങോട്ട് കണ്ണ് ഇങ്ങോട്ട് കാണാനങ്ങോട്ട് ഒരു സുഖമില്ല. ഇരിക്കും മക്കളെ. മോനെ, എൻ്റെ കുട്ടിൻ്റെ സ്ഥിതി എനിക്കറിയില്ലടാ. എൻ്റെ കുട്ടിൻ്റെ സ്ഥിതി പാവം, എൻ്റെ കുട്ടിക്ക് ആരുമില്ല കേട്ടോ. എന്നല്ലെങ്കിൽ നാളെ ഞാൻ ഒരു പക്ഷേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നല്ല രീതിയിൽ ശ്വാസം മുട്ടലുണ്ട് മോനെ. എൻ്റെ കുട്ടിക്ക് ആരുമില്ല കേട്ടോ. എൻ്റെ കുട്ടിയെ നോക്കണം കേട്ടോ. ഉമ്മ, നിങ്ങളെന്താ? മോനെ, ഉപ്പാൻ്റെ അടുത്തേക്ക് പോകണടാ, എനിക്ക് സമയം അയക്കണേ.
കുറേ കാലമായില്ലേ ഇതും വലിച്ച് നടക്കണേ. മോനെ, എൻ്റെ കുട്ടിക്ക് നീ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് തീർക്കണം കേട്ടോ. എൻ്റെ കുട്ടി പാവാണടാ. എൻ്റെ കുട്ടിക്ക് ആരുമില്ല. ഒരു പെണ്ണിന് വേണ്ടി അവൻ്റെ ജീവിതം മുഴുവൻ അവന് കഴിച്ചതാണ്. ഞാനും അവനെ മറ്റൊരു വിവാഹത്തിൽ നിർബന്ധിച്ചില്ല. കാരണം എൻ്റെ കുട്ടി അത്ര ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടിയെ. പറഞ്ഞിട്ടെന്താ, അവർ സമ്മതിച്ചില്ലല്ലോ. പോരാത്തിന് എൻ്റെ കുട്ടിയെ അവരെല്ലാവരും കൂടി ചേർന്ന് ഉപദ്രവിക്കുകയും കൈകാലൊടിക്കുകയൊക്കെ ചെയ്തു. അല്ല, ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് മുത്തു ഉമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഉമ്മ നിങ്ങൾ കരയല്ലേ ഉമ്മ, എൻ്റെ ഉമ്മ കരയല്ലേ. ഉമ്മൻ്റെ പൊന്നു മോനെ, ഉമ്മയുടെ ഈ പ്രാർത്ഥന അതെപ്പോഴും ഉണ്ടാവും കേട്ടോ. മരിക്കോളം ഈ കൈകൾ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഉയർന്നുകൊണ്ടേയിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ കുട്ടിക്ക് താങ്ങായും തണലായും ഒരാൾ വരികയാണെങ്കിൽ അവളെ സ്വീകരിക്കണം കേട്ടോ. ഒരിക്കലും ബുദ്ധിമുട്ടാക്കരുത്. ആ ഉമ്മ വല്ലാത്ത അവസ്ഥയിലാണ് അത് പറഞ്ഞത്. ഉമ്മ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയല്ലോ. വേണ്ട മോനെ, ഉമ്മക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമുള്ള അസുഖമൊന്നുമില്ല. എൻ്റെ ഇപ്പം ഈ കട്ടുമ്മ കിടന്നാണ് മരിച്ചത്. അതേ കട്ടിലിൽ കിടന്ന് മരിക്കാനാണ് എനിക്കും ഇഷ്ടം മോനെ. ലാ ഇലാഹ ഇല്ലല്ലാ. ശരിക്കും മുത്തു സങ്കടപ്പെട്ടു. ഉമ്മ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാം. വേണ്ട മോനെ, ഉമ്മനെ കൊണ്ടുപോകല്ലേ. ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ ഓല ICU കണ്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് അതും ഇതും കുത്തി കയറ്റി ഓക്സിജൻ തന്ന് ഇടങ്ങാറാക്കൂലേ. മരിച്ചു കഴിഞ്ഞാൽ തന്നെ നെഞ്ചത്തോല് 5-6 അടി അടിക്കാണ്ട് അതൊന്നും താങ്ങാനുള്ള ശേഷി ഉമ്മാക്കില്ല മോനെ. ഉമ്മാൻ്റെ കുട്ടി ഒരിക്കലും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ. അത് ഇവിടെ കിടന്ന് ദിക്റ് ചൊല്ലി മരിക്കാനാണ് എനിക്കിഷ്ടം മോനെ. അതിന് ഉമ്മാൻ്റെ കുട്ടി സമ്മതിച്ചു തരണം. അതെ അല്ലാ. എന്നാൽ ഷാമിൽ അതെല്ലാം കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം, അതായിരിക്കും നല്ലത്. ഉമ്മ വരി, ഞാൻ കാർ എടുക്കട്ടെ. ഉമ്മ പെട്ടെന്ന് മുത്തു ഉമ്മാനെ പിടിക്ക്. മോനെ, അപേക്ഷയാണ്, വേണ്ട. ഉമ്മക്കൊന്നുമില്ല, ഒരു അസുഖമില്ല. എന്നെ വെറുതെ കൊണ്ടുപോകണ്ട. വെറുതെ സൂചി മരുന്നും കയറ്റാൻ എന്നെ കൊണ്ട് കഴിയൂല. ആശുപത്രിക്ക് പോകേണ്ട ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഓരോ പച്ചമരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ജീവിച്ചത്. ഇനിയിപ്പോൾ പിടിച്ച് എന്നെ കൊണ്ട് വയ്യ മോനെ. ഇനി ഓല സ്കാനിങ്ങും എക്സ്റേ എടുത്ത് അവിടെ കേടുണ്ട് ഇവിടെ കേടുണ്ടെന്ന് ഇഞ്ചക്ഷൻ കുത്തിക്കയറ്റലും കഴിയൂല. പടച്ച റബ്ബ് തന്ന ജീവൻ പടച്ചോൻ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കോട്ടെ. അല്ലാതെ ഒരിക്കൽ പോലും എന്നെ കൊണ്ടുപോയില്ലിട്ടങ്ങൾ. അത് പറഞ്ഞപ്പോൾ പിന്നെ ഉമ്മയുടെ സമ്മതത്തിനെതിരായിട്ട് ഒന്നും ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് അതാ മുത്തു പറയുന്നു, അത് ഉമ്മക്ക് മാറിക്കോളും. ഉമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഷാമിൽ ഇപ്പം എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകണ്ട. അത് കേട്ടപ്പോഴും ഉമ്മക്ക് സമാധാനം. ഉമ്മാൻ്റെ കുട്ടിനെ അള്ളാഹു രക്ഷിക്കും കേട്ടോ. ഒന്നും വിഷമിക്കണ്ട. അങ്ങനെ ഷാമിൽ അത് തിരിച്ചു പോകുന്നു. എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ഉമ്മ, എൻ്റെ ഉമ്മക്ക് എന്താ വേണ്ടത്? ഉമ്മക്ക് എന്താണ് ആഗ്രഹമുള്ളത്? എൻ്റെ പൊന്നു മോനെ, പുത്തൻ പുടവുകളും മുസഫും മുസല്ലയൊക്കെ എൻ്റെ കുട്ടിക്ക് കൊണ്ടുവന്ന് തന്നു. പുതിയ നിസ്കാരക്കുപ്പായം. മോനെ, ഇനിയുള്ള ആഗ്രഹം ആ പുതിയ നിസ്കാരക്കുപ്പായിട്ട് എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകണം. ഉമ്മാൻ്റെ കുട്ടി എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ കേട്ടോ. ഉമ്മ അങ്ങനെയൊന്നും പറയില്ല ഉമ്മ. സത്യം പറഞ്ഞാൽ മുത്തുവിനത് വല്ലാത്തൊരു ഷോക്കായി. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ വിട്ട് പോവേ റബ്ബേ, അത് ആലോചിക്കാൻ കൂടി കഴിയണില്ല. പക്ഷെ എൻ്റെ ഉമ്മ നന്നായിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മോനെ, അത് പറ്റുകയാണെങ്കിൽ റസിയാൻ എൻ്റെ കുട്ടി കല്യാണം കഴിക്കണം. അതെ, ഉമ്മാനെ കൊണ്ട് കയ്യും തോന്നുന്നില്ല ഓളെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറ്റാൻ. പക്ഷേ അവൾ പാവം പെണ്ണാണ്. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും ഉമ്മാൻ്റെ കുട്ടി കല്യാണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴിച്ചോളി കേട്ടോ. ഓൾക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മാൻ്റെ പ്രാർത്ഥനയും ദുആയൊക്കെ ഉണ്ടാവും. പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി കുറച്ച് സംസം വെള്ളം ഉമ്മക്ക് തന്നാളി. ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് സംസം വെള്ളം എടുത്ത് ഉമ്മക്ക് കൊടുക്കുന്നു. മോനെ, ഇത് കുടിക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസമാണ് മോനെ. ഉമ്മാൻ്റെ കുട്ടിയെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കണം കേട്ടോ. ഒരു പെണ്ണിനെ ഇടങ്ങാറാക്കരുത് കേട്ടോ. ഒരു പെണ്ണിനെയും ബുദ്ധിമുട്ടാക്കരുത്. ഒരു പെണ്ണിനെയും കഷ്ടപ്പെടുത്തരുത്. ഒരാളെങ്കിലും കഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മൾ. എൻ്റെ കുട്ടി അവളെ കല്യാണം കഴിക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. ഒരു ബുദ്ധിമുട്ടും പ്രയാസമാകാതെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. എന്നാൽ എൻ്റെ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകും. ഭാര്യമാർ ഇടങ്ങാറാക്കാൻ പാടില്ല കേട്ടോ. നല്ല രീതിയിൽ
മോനെ ഉമ്മ ഉമ്മ. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. അതാ അപ്പോൾ തന്നെ വീണ്ടും ഉമ്മ ഇത് കുറച്ച് വെള്ളം കുടിക്ക്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അതെ, മുത്തു അവൻ്റെ ഉമ്മക്ക് വീണ്ടും സംസം വെള്ളം കൊടുത്തപ്പോൾ ഉമ്മ അത് ആർത്തിയോടുകൂടെ അതെ വേഗത്തിൽ കുടിച്ചു. അല്ലാഹുവേ, മരണത്തിൻ്റെ സമയമാണ്, വല്ലാത്ത ദാഹമുള്ള സമയമാണ്. സക്രാത്തുൽ മൗത്തിൻ്റെ സമയത്ത് അതാ ഇബ്ലീസ് വെള്ളവുമായി വരും. ദാഹമുള്ളവർ അത് വലിച്ചു കുടിക്കുമത്രേ. പക്ഷെ അത് കുടിക്കരുത്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ജീവിച്ചവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അള്ളാഹുവേ, എൻ്റെ ഉമ്മാക്ക് നീ ഈമാൻ നൽകണേ റഹ്മാനെ, ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മ ഉമ്മ. അവൻ ഷാമിലത ഉമ്മയുടെ കൈകൾ മുറുകെ പിടിക്കുന്നു. ഉമ്മ എന്നാൽ ആ പൊന്നുമോൻ്റെ കൈകൾ മുറുകെ ഉമ്മ അമർത്തി പിടിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിച്ചതോടു കൂടി അതാ ഉമ്മയുടെ ആ കണ്ണുകൾ നേരെ മുകളിലേക്ക് നോക്കുന്നു. ഒരു നിമിഷം മുത്തു വിങ്ങിപ്പൊട്ടി ഉമ്മയുടെ മുഖത്തേക്ക്. ഉമ്മ ഉമ്മ, ഇല്ല, എൻ്റെ ഉമ്മ പോയി. ആ നിമിഷം തന്നെ അവൻ ആ കണ്ണുകൾ അതാ അവൻ്റെ കൈകൾ കൊണ്ട് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണുകൾ അടക്കുന്നു. അതേ ഉമ്മയുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ അതാ പൊടിഞ്ഞു വരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. അല്ലാ, നല്ല മരണത്തിൻ്റെ ലക്ഷണം ഇതൊക്കെയാണെന്ന് മഹാന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ അവനെ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അതിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അവന് മനസ്സിലായി. അപ്പോൾ തന്നെ അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. എന്നാൽ അവൻ എൻ്റെ ഉമ്മ എന്നെ വിട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന അവൻ്റെ മുമ്പിലേക്ക് ഫോൺ അടിച്ചപ്പോൾ, ഹലോ, എങ്ങനെയുണ്ട് ഉമ്മാക്ക്? നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അതായിരിക്കും നല്ലത്. വേണ്ട ഷാമിൽ, എൻ്റെ ഉമ്മ പോയടാ. അല്ല, എന്ത്? അതെ, എൻ്റെ ഉമ്മ പോയി. എന്നല്ല റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ഷാമിൽ അവിടേക്ക് പുറപ്പെടുന്നു. അല്ലാ, ആ ഉമ്മ എന്നോടൊക്കെ സംസാരിച്ചു തരുന്നല്ലോ. അവൻ പെട്ടെന്ന് അവിടെ എത്തി. എന്നാൽ അപ്പോഴേക്കും അവിടെ അതാ ചില ആളുകളെല്ലാം കൂടി തുടങ്ങിയിരുന്നു. ഷാമിലിനെ ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. മുത്തു, സാരല്ല മുത്തു, എനിക്ക് ആരായിരുന്നു എൻ്റെ ജീവിതത്തിൽ? എനിക്കിനി ആരുമില്ലല്ലോ, എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആരുമില്ലല്ലോ. എൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹം. സാരല്ല, എന്നാൽ ഉമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. ഉമ്മ ആ സന്തോഷം അറിഞ്ഞല്ലോ അല്ലേ? ഉമ്മ അറിഞ്ഞില്ലേ അവൾ ഉണ്ടെന്നുള്ളത്, റസിയ ഉണ്ടെന്നുള്ളത് അറിഞ്ഞില്ലേ? സാരല്ല, ഒക്കെ റാഹത്താവട്ടോ, അതൊക്കെ ഞാനുണ്ട്. അതെ, മുത്തൊക്കെ വിഷമിക്കല്ലേ, ഞാനുണ്ടല്ലോ, ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. നമുക്ക് ഉമ്മാൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ ഒരുങ്ങാം. എന്നാൽ അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു. അവിടെ അതാ ഖുർആൻ പാരായണം തുടങ്ങിക്കഴിഞ്ഞു. തൻ്റെ പൊന്നുമ്മയുടെ തൊട്ടരികിൽ തലയുടെ ഭാഗത്തായിട്ട് അവനിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ പോയി. അവൻക്ക് അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. അവൻ ഇടയ്ക്കിടെ ഉമ്മയുടെ ആ കഫൻ പുടവ എടുത്ത് ആ നെറ്റിയിൽ ചുംബിക്കുകയാണ്. നെറ്റിയിൽ ചുംബിക്കുമ്പോൾ എൻ്റെ ഉമ്മയുടെ നെറ്റിയാകെ തണുത്തു പോയിട്ടുണ്ട്. അതെ, ഉമ്മ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ എൻ്റെ ഉമ്മയില്ലല്ലോ. ആ തണുത്തുറഞ്ഞ നെറ്റി അതവൻ വീണ്ടും വീണ്ടും ചുംബിച്ചു. അല്ലാ, ഉമ്മയുടെ കവിളിനെ ആ മണ്ണിലേക്ക് വെക്കുമല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ല. എൻ്റെ ഉമ്മാക്ക് എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നു. അല്ല, അവൻ വിതുമ്പുകയാണ്. അതെ, ഷാമിൽ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹേയ്, എന്താ ഇത് ഷാമിൽ, ഞാനെന്താ ചെയ്യുക? ഒന്നും സാരല്ല, അള്ളാഹുവിന് ഉമ്മാക്ക് നല്ല മരണം ലഭിച്ചത്. അത് ഉമ്മയുടെ മരണം നല്ല രീതിയിലാണല്ലോ. ഉപ്പ വന്ന് വിളിച്ചു, നീ പോരുന്നില്ലേ ചോദിച്ചു. അതൊക്കെ നല്ല മരണത്തിൻ്റെ ലക്ഷണമല്ലേ? അതുമല്ല, ഈമാനോടുകൂടി മൗത്തായ ലക്ഷണമെല്ലാം ഉമ്മാക്ക് കാണുന്നുണ്ട്. കണ്ടില്ലേ, നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങളിങ്ങനെ അത് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ശരിക്കും അല്ലേ, നല്ല രീതിയിൽ പ്രകാശിക്കുന്നു ഉമ്മയുടെ മുഖം. മോനെ, ഒന്നുകൊണ്ട് നീ വിഷമിക്കല്ലേ.
ഉമ്മയുടെ പ്രാർത്ഥന നിനക്കുണ്ടല്ലോ, എൻ്റെ കുട്ടി രക്ഷപ്പെടുന്നു പറഞ്ഞതാണല്ലോ, അതെ അത് മതി എൻ്റെ ഉമ്മ. സാരല്ല, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് സന്തോഷത്തോടെയാണ് ഉമ്മ പുറപ്പെട്ടത്. ഉപ്പ വന്ന് വിളിച്ചു. അതൊക്കെ നല്ല സൂചന തന്നെയല്ലേ? ഈമാൻ കിട്ടി മരിച്ചു കഴിഞ്ഞാൽ അതല്ലേ ഉമ്മ ഒരുപാട് കാലമായില്ലേ ശ്വാസം മുട്ട് അനുഭവിച്ച് ഇവിടെ ബുദ്ധിമുട്ടായി നിൽക്കുന്നു. അതെ, ഇനി ഉമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് അള്ളാഹു കരുതിയിട്ടുണ്ടാവും. പടച്ച റബ്ബ് നല്ല രീതിയിലുള്ള സ്വർഗജീവിതം അവർക്ക് നൽകട്ടെ. ഈമാൻ കിട്ടി മരിച്ചതിൻ്റെ അടയാളമെല്ലാം കാണുന്നുണ്ടല്ലോ. എന്നാൽ അവിടെ കൂടിയവരെല്ലാം പറയുന്നു, അതെ, മയ്യത്തിൽ നിന്ന് വല്ലാത്തൊരു സുഗന്ധമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അതെ, സാധാരണ രീതിയിൽ മരണവീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള സ്മെല്ല് കൊണ്ട് നമുക്കൊരു ഭയം തോന്നും. പക്ഷേ അത്രയ്ക്ക് സുഗന്ധപൂർണമായ സ്മെല്ലായിരുന്നു അവിടെ. കാരണം ആ മഹദി അതെ തൻ്റെ ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചവളായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചവളായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിച്ചവളായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിരുന്നു. ആ ഭർത്താവിൻ്റെ പ്രീതി വാങ്ങിയതായിരുന്നു ആ പെണ്ണ്, അതായത് അവൻ്റെ ഉമ്മ. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ പ്രാർത്ഥന കിട്ടിയത് കൊണ്ടും ഒക്കെ നല്ല രീതിയിൽ അവർക്ക് നല്ല മരണം ലഭിച്ചിരിക്കുന്നു. ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത, വിഷമിപ്പിക്കാത്ത, വേദനിപ്പിക്കാത്ത അവരുടെ വാക്കുകളും പ്രവൃത്തികളും അതൊക്കെ അള്ളാഹു സ്വീകരിച്ചതായിരിക്കും. ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും ബുദ്ധിമുട്ടാക്കരുത്, അതൊന്നും ചെയ്തിട്ടില്ല അവൻ്റെ ഉമ്മ. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മയ്യത്തിൽ നിന്ന് പ്രത്യേകമായിട്ടൊരു സുഗന്ധം ഒഴുകുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഹൃദയത്തിലേക്കാണല്ലോ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാം, നോമ്പ് പിടിക്കും, സ്വലാത്ത്, ദിക്റുകൾ എല്ലാം ചെയ്യും. പക്ഷേ മറ്റൊരാളെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി വേണ്ടാത്തത്, അല്ലെങ്കിൽ മറ്റൊരാളെ ഒന്ന് ബുദ്ധിമുട്ടിച്ചാൽ മതി, വേദനിപ്പിക്കുന്ന ഒരു വാക്ക് മതി, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ നമ്മുടെ മുത്തുവിൻ്റെ ഉമ്മ അതൊന്നും ചെയ്തിരുന്നില്ല. ആ ഉമ്മ വളരെയധികം നല്ലൊരു ഉമ്മയായിരുന്നു. പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്നേഹം മാത്രം കൊതിച്ച് അദ്ദേഹത്തിന് സേവനം ചെയ്ത് ജീവിച്ചവരായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയതിനു ശേഷം തന്നെ ആ ഉമ്മയുടെ ജീവിതം വളരെ വിഷമത്തിലായിരുന്നു. എന്നാൽ പൊന്നുമോൻക്ക് ഈ ഒരു അവസ്ഥ വന്നതോടുകൂടി എപ്പോഴും അള്ളാഹ് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ആ ഉമ്മാക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം, മോനെ എന്നെ ഹോസ്പിറ്റലിൽ നീ കൊണ്ടുപോകരുത്, ഉമ്മയുടെ ആ ഒരു വാക്ക് കൂടി കേട്ടു മകനത് അനുസരിച്ചപ്പോൾ അതെ അതിന് വല്ലാത്തൊരു സന്തോഷമുള്ളതായി. തൊട്ടടുത്ത പള്ളിയിലുള്ള ഉസ്താദ് പറഞ്ഞു, മോനൊന്നുകൊണ്ട് വിഷമിക്കണ്ട, നല്ലൊരു ഉമ്മയാണ്. അതെ, നല്ല രീതിയിൽ ആ ഉമ്മ മരണപ്പെട്ടു പോയി. പിന്നെ പൊന്നു മോനെ, ആ ഉമ്മ ഇടയ്ക്കിടെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കാറുണ്ടായിരുന്നു പള്ളിയിലേക്കൊക്കെ. അതൊക്കെ വല്ലാത്ത സന്തോഷമാണ് മുത്തകല്ലിമീങ്ങൾക്ക്. അത് നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ച് ഞങ്ങൾക്കും തരുമായിരുന്നു. നിങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം തന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ഖബറിലേക്ക് അതെത്തും. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഓരോരുത്തർ വന്ന് അവനോട് ആ കാര്യം പറയുമ്പോഴാണ് അവൻ ആ കഥയെല്ലാം അറിയുന്നത്. അതെ, ചെറുപ്പകാലത്ത് തന്നെ അങ്ങനെയാണത്രേ. ഉപ്പ ഉള്ളെന്നേ അത് ഉപ്പാക്കൊരു ആഗ്രഹമായിരുന്നു, മുത്തകല്ലിമങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതൊരുപാട് കാലം ആ ഉമ്മ പ്രവർത്തിച്ചിരുന്നു. അതെ, അത് ഇപ്പോഴും പൈസ കിട്ടുമ്പോഴെല്ലാം അത് ഉമ്മ ചെയ്തു കൊടുക്കാറുമുണ്ട്. ഉസ്താദുമാരെ വിളിക്കാറുണ്ട്. അത് ഉമ്മയുടെ ഒരു സന്തോഷമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലം കൊണ്ട് ആ ഉമ്മ ഈമാനോട് കൂടി മൗത്തായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ലക്ഷങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോൻ്റെ ഉമ്മയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. എന്നാൽ അത് മുത്തുവിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ ഉമ്മയെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗം അവന് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഉമ്മ, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടന്നാലും മതി, എനിക്ക് നിങ്ങളെ കാണാലോ എന്നുള്ള രീതിയിൽ അവൻ പറയുമ്പോൾ ഷാമിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, മുത്തുക്ക, അത് നമ്മുടെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയായില്ലേ. കുല്ലു നഫ്സിൻ ദാഹിഖത്തുൽ മൗത്ത് എന്നാണല്ലോ. എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും. എന്നാലും ഉമ്മയുടെ ആ മരണവേദന എല്ലാം കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് വേദന വരാനുണ്ട്. ആ വേദന ലഘൂകരിക്കാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്തോളി ഇൻഷാ അല്ലാഹ്. എന്നാൽ ഉമ്മയെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും എല്ലാം കഴിഞ്ഞു. ഉമ്മയുടെ ആ തണുത്ത നെറ്റിത്തടത്തിലേക്ക് അത് വീണ്ടും തൻ്റെ പൊന്നുമോൻ അമർത്തി ചുംബിക്കുന്നു. ഉമ്മ, എല്ലാ ഉമ്മയുടെ മുഖമാകെ തണുത്തിരിക്കുന്നു, നെറ്റിയാകെ തണുത്തിരിക്കുന്നു. എൻ്റെ ഉമ്മ. അതെ, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? മയ്യത്തെടുക്കുകയാണ്, ഒരുപാട് സമയം വെക്കണ്ടല്ലോ, പെട്ടെന്ന് മറവ് ചെയ്യുന്നതല്ലേ നല്ലത്.
ആ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ മുത്തുവിൻ്റെ ഹൃദയം വല്ലാതെ പിടച്ചു. അല്ലാ, പോവാണോ? എനിക്ക് കാണാൻ പറ്റൂലല്ലോ, ഇനി എനിക്ക് കാണാൻ പറ്റൂലല്ലോ. അല്ലാ, ആ മുഖം. ഷാമിൽ അതാ മുത്തുവിനെ ആശ്വസിപ്പിച്ചു. പതുക്കെ മയ്യത്ത് കട്ടിൽ പൊക്കുന്നതിന് മുമ്പായിട്ട് ഷാമിൽ ഒരിക്കൽ കൂടി ആ ഉമ്മയുടെ മുഖം നോക്കി. ഉമ്മ ഉമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റും ഇൻഷാ അല്ലാ. ആ ഉമ്മയുടെ മുഖത്ത് അവസാന ചുംബനം അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി മുത്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.